നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ജഡ്ജിയെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അല്പസമയം മുൻപാണ് വാർത്തയായി വന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം വിവാഹിതനല്ല എന്ന വാർത്തയാണ് പുറത്തു വന്നെങ്കിൽ എന്നാൽ ഇപ്പോൾ ഭാര്യയുണ്ട്, വിവാഹിതനാണ്, അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്. ഈ കൊലപാതകമാണോ അതോ അദ്ദേഹത്തിന്റെ ആത്മഹത്യയാണോ, അതെന്തായാലും ഭാര്യയാണ് കാരണക്കാരി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 30 വയസ്സുള്ള അമൻ കുമാർ ശർമ്മയാണ് ആത്മഹത്യ ചെയ്തത്. അമൻ ഭാര്യയുമായി നിരന്തരം തർക്കമുണ്ടായിരുന്നത് ജഡ്ജിയുടെ ബന്ധുക്കൾ പറയുന്നത്. അമൻ അച്ഛനെ വിളിച്ച് ജീവിക്കാൻ പ്രയാസമായിട്ടുണ്ട് എന്ന് പറയുകയും അമൻ കുമാർ ശർമ്മയുടെ ബന്ധു പുറത്ത് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടി അമൻ തന്റെ പിതാവിനെ വിളിച്ച് വളരെ വിഷമമുണ്ട്, ജീവിതം ദുഷ്കരമായി എന്ന് പറഞ്ഞിരുന്നു. ഈ കോൾ ലഭിച്ചതിനു ശേഷം പിതാവ് ഈ അൽവാറിൽ നിന്ന് ഡൽഹിയിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് മകനും മരുമകളും വഴക്കിടുന്നത് അദ്ദേഹം കണ്ടിരുന്നു. ഇതിനിടയിൽ മരുമകൾ സ്ഥലം വിട്ടു പോകൂ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ ഇരുവരും വീണ്ടും വഴക്കിട്ടു. തുടർന്ന് ജഡ്ജി കുളിമുറിയിൽ പൂട്ടി കിടന്നു. തുടർന്നാണ് ജഡ്ജി കുളിമുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിലയിൽ കാണപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു കുരിക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. 2 മാസമായി ജഡ്ജി ഭാര്യയുമായി തർക്കത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. അച്ഛൻ പോലീസിന് നൽകിയ മൊഴിയിൽ ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഭാര്യ ഉച്ചത്തിൽ നിലവിളിക്കുകയും അമൻ കരയുകയും ചെയ്തുവെന്നാണ് മൊഴി. രാജസ്ഥാനിലെ അൽവാർ സ്വദേശിയായ അമൻ ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് ജില്ലയിലെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. ഡൽഹിയിലെ ഗ്രീൻ പാർക്ക് വസതിയിലാണ് അദ്ദേഹം ഭാര്യയോടൊപ്പം താമസിച്ചിരുന്നത്. മരിച്ചയാളുടെ ഭാര്യയും ഒരു ജുഡീഷ്യൽ ഓഫീസറാണെന്നും അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് മൂർധന്യ അവസ്ഥയിൽ എത്തുകയും തുടർന്ന് അത് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ താൻ എത്തി നിൽക്കുകയാണ് എന്ന് അച്ഛനോട് വിളിച്ചു പറയുകയാണ് മകൻ. തുടർന്ന് അച്ഛൻ വന്ന് നോക്കുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ശക്തമായ വഴക്കിലാണ്. എന്നാൽ മകനെ വിളിച്ചുകൊണ്ട് അച്ഛൻ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ ഈ ഭാര്യ എന്തെങ്കിലും കടുകൈ ചെയ്യുമോ എന്ന് ഭയന്നാണ് മകനെ കൂട്ടിക്കൊണ്ട് പോകാത്തത്. എന്നാൽ സംയമനത്തോടു കൂടി സംസാരിക്കാമെന്ന് നിന്ന അച്ഛനെ പോലീസിനെ ഞാൻ വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ അച്ഛനെയും അവിടെ നിന്ന് മാറ്റിയത്. ജഡ്ജിയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, ഭാര്യയുടെ ഇത്തരത്തിലുള്ള വൈകാരികമായ പ്രശ്നങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു യുവാവായി അദ്ദേഹം മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല അതിന് ആത്മഹത്യയാണോ അല്ലെങ്കിൽ അയാളെ കൊല്ലുകയാണോ ചെയ്തതെന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അച്ഛന്റെ ഒരു മൊഴി കൂടി വരുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൂടുതൽ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്.